മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് വളരെ വലിയ പ്രതീക്ഷയാണുള്ളത്. ഈ മണ്ഡലത്തിനെ സംബന്ധിച്ച്, ഈ ബ്ലോക്ക് ഡിവിഷനെ സംബന്ധിച്ച് കാലങ്ങളായിട്ട് UDF കൈകാര്യം ചെയ്യുന്നൊരു ഡിവിഷനാണ്. നമുക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് ആളുകളിൽ നിന്നുള്ള പ്രതികരണം, ഇത് നമ്മുടെ ഡിവൈഎഫ്ഐയിലുള്ള സഖാവല്ലേ എന്നുള്ള ചോദ്യങ്ങളും ബാക്കിയുള്ളതൊക്കെയാണ് നമുക്ക് കേൾക്കുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുമില്ലാത്ത വിധം വലിയ അവഗണനയാണ് ഈ പ്രദേശത്തുള്ള ഇത് കാണിച്ചിട്ടുള്ളത്. നല്ല മത്സരം തന്നെയാണ്, പക്ഷേ 100% വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. You are watching Today News. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ കുളത്തൂർ ഡിവിഷനിൽ നിന്നും LDF രംഗത്തിറക്കിയ സ്ഥാനാർത്ഥിയാണ് PK ഷബീബ. പുതിയതായി രൂപീകരിച്ച ഡിവിഷനിൽ 64 വാർഡുകളിൽ നിന്നുമാണ് PK ഷബീബ ജനവിധി തേടുന്നത്. യുവത്വത്തിന്റെ ആശയങ്ങളെ മുൻനിർത്തിയാണ് ഷബീബ ഗോദയിൽ പ്രചരണം ശക്തിപ്പെടുത്തുന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനമുറപ്പിക്കാൻ അവസാനവട്ട പ്രചരണത്തിന്റെ തിരക്കിലാണ് കുളത്തൂർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി PK ഷബീബ. വാർഡ് വിഭജനത്തിൽ പുതുതായി രൂപീകരിച്ച ഡിവിഷനിൽ യുവത്വത്തെ മുൻനിർത്തി UDFനെ പരാജയപ്പെടുത്താനാണ് ഷബീബയിലൂടെ LDF ലക്ഷ്യം വയ്ക്കുന്നത്. കുറുവ പഞ്ചായത്തിലെ പാങ്ങ്, പൊന്മള, പുലാമന്തോൾ പഞ്ചായത്തിന്റെ ഭാഗങ്ങൾ, മൂർക്കനാട് പഞ്ചായത്തിന്റെ ഭാഗങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന 64 വാർഡുകളിലായാണ് കുളത്തൂർ ഡിവിഷനിൽ മത്സരം. വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണങ്ങളും സ്ക്വാഡ് വർക്കുകളും പൂർത്തിയാക്കി വോട്ട് പിടിക്കാനുള്ള അവസാനവട്ട നെട്ടോട്ടത്തിലാണ് സാരഥികൾ. ഏറെ പ്രതീക്ഷയോടെയാണ് ഇത്തവണ ഷബീബ മത്സരരംഗത്തിറങ്ങുന്നത്. കഴിഞ്ഞ തവണ ബ്ലോക്കിലേക്ക് മത്സരിച്ചിരുന്നു. ഫ്രീ വൈഫൈ സ്പോട്ട്, കളിസ്ഥലം എന്നിവയോടൊപ്പം +1 സീറ്റ് ക്ഷാമം പരിഹരിക്കാനുള്ള ഇടപെടലുണ്ടാകുമെന്നുമാണ് ഷബീബയുടെ വാഗ്ദാനം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ താഴെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അവർ തരുന്ന ഒരു സ്വീകരണം, അതല്ലെങ്കിൽ അവരുടെ അടുത്ത് നമുക്കുള്ള സ്വീകാര്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ആവേശമുണ്ട്. ആ രീതിയിൽ തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് വളരെ വലിയ പ്രതീക്ഷയാണുള്ളത്. നല്ല മത്സരം തന്നെയാണ്, പക്ഷേ 100% വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഈ നാട്ടിലും മൂർക്കനാട് പഞ്ചായത്തിലായാലും പുലാമന്തോൾ പഞ്ചായത്തിലെല്ലാം അറിയുന്ന ആളുകൾ തന്നെയാണ്. അത് നമുക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് ആളുകളിൽ നിന്നുള്ള പ്രതികരണം, ഇത് നമ്മുടെ ഡിവൈഎഫ്ഐയിലുള്ള സഖാവല്ലേ എന്നുള്ള ചോദ്യങ്ങളും ബാക്കിയുള്ളതൊക്കെയാണ് നമുക്ക് കേൾക്കുന്നത്. ബ്ലോക്ക് സ്ഥാനാർത്ഥി അഭിശങ്കർ ഷാജിയും പ്രചരണ രംഗത്ത് സജീവമാണ്. ഈ മണ്ഡലത്തിനെ സംബന്ധിച്ച്, ഈ ബ്ലോക്ക് ഡിവിഷനെ സംബന്ധിച്ച് കാലങ്ങളായിട്ട് UDF കൈകാര്യം ചെയ്യുന്നൊരു ഡിവിഷനാണ്. ഒരുപക്ഷേ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുമില്ലാത്ത വിധം വലിയ അവഗണനയാണ് ഈ പ്രദേശത്തോടെല്ലാം ഇവർ കാണിച്ചിട്ടുള്ളത്. അതിനൊരു മാറ്റം വരിക. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ പ്രദേശങ്ങളിലും അടിസ്ഥാന വികസന മേഖലയിൽ വലിയ രീതിയിൽ ഇടപെടൽ ആവശ്യപ്പെടുന്നൊരു മേഖലയാണ് ഈ ഡിവിഷൻ. അതുകൊണ്ട് തന്നെ റോഡായാലും പിന്നെ പാലങ്ങളായാലും തോടായാലും അടിസ്ഥാന വികസന രംഗത്ത് തീർച്ചയായിട്ടും ഇടതുപക്ഷം വലിയ ഇടപെടൽ നടത്തും എന്ന് തന്നെയാണ്. UDFന്റെ ഫൗസിയ പറമ്പള്ളിയാണ് ഷബീബയുടെ എതിരാളി. പ്രചരണ രംഗത്ത് ഒരു പടി മുന്നിൽ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന വിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. ഓർഡർ ചെയ്തോളൂ. ചപ്പാത്തി പറയട്ടെ? ചപ്പാത്തി പറയാം. ഓക്കേ. ചിക്കൻ പറഞ്ഞാലോ? അതെ, ഇവിടെ ചിക്കൻ പറഞ്ഞാലോന്ന്. ചിക്കൻ പറഞ്ഞു. ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ ആയാലോ? ബട്ടർ ചിക്കനോ? ബട്ടർ ചിക്കൻ പറഞ്ഞു. എന്താ? ഒന്നുമില്ല. അല്ലെങ്കിൽ നീ ഇവിടെ വന്നിരുന്നു. ഇവിടെ ഇരിക്കേ. വീട്ടിലെ പെണ്ണുങ്ങൾ അറിയണ്ട, പെരിന്തൽമണ്ണയിൽ സഫ വരുന്നുണ്ട്. Safa Golden Diamonds, different by design.